ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ദിവസമായിട്ടേ നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പഴം എവിടെ ഇപ്പോൾ കാണാനില്ലല്ലോ എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇതാ സാധനം ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടേ കുറേ ഹോട്ടലുകളില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊന്നും കഴിക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ഉള്ള ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും കിട്ടലുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ പോലെ 2 പഴവും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെ ഇബ്രു കൂടെ ഉണ്ട് കേട്ടോ. അവൻ്റെ വണ്ടി പാലാരിവട്ടത്താണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവൻ ആദ്യം പാലാരിവട്ടത്ത് പാടിവട്ടത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ പാടിവട്ടത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ഒരു ചായയൊക്കെ കുടിച്ച് 7:51 സമയപ്പോൾ ഞാൻ ഊബർ ഓണാക്കി. സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു ഗൗതമിൻ്റെ എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഒരു 8:44 സമയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡൊമസ്റ്റിക്കിലായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 250 വണ്ടികൾ ക്യൂവിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ക്യൂവിൽ വെയിറ്റ് ചെയ്യണില്ല. പിന്നെ അതുമല്ല, ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഫ്ലൈറ്റുകൾ ഇറങ്ങൂല. രാവിലെ എന്തോ ഒരു 10 മണി അങ്ങനെ എന്തോ ഒരു സമയമുണ്ട്. അതുവരെ ഫ്ലൈറ്റ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങൂല. ചൊവ്വാഴ്ച ഇവിടെ എയർപോർട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ടോള് 60 രൂപയും കൊടുത്തിട്ട് നേരെ നമ്മൾ അത്താണിയിലേക്ക് പോയി. അത്താണിയിലേക്ക് പോകുന്ന സമയത്ത് 1-2 ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഫ്ലൈറ്റുകൾ നോക്കിയിട്ട് കാര്യമല്ല, 250 ക്യൂ ഉണ്ട്. അതിൽ എന്തായാലും ഈ 2 ഫ്ലൈറ്റത്തെ ആൾക്കാരെ കൊണ്ട് നീങ്ങി പോകില്ല. അങ്ങനെ അത്താണിയിൽ വണ്ടി കൊണ്ട് സൈഡാക്കിയിട്ട് അവിടെ ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഒരു ചായയും പഫ്സും കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അങ്കമാലിയിലേക്ക് ഒരു ലോക്കൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് മുപ്പത്തടം പാതാളം ഭാഗത്തേക്ക് ഒരു ഇൻട്രസിറ്റി ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബിജുവിൻ്റെ. അതവിടെ പാതാളത്ത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് ടോയ്ലറ്റിലൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാതാളത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഈ ടോയ്ലറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് അല്ലേ, ഒന്ന് കയറി നോക്കി. അപ്പോൾ കുഴപ്പമില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്പോട്ടാണത്. അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരിപാടി അടിപൊളിയാണ്. അതിനുശേഷം 1-2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലാസ്റ്റ് നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ആ ട്രിപ്പ് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ഒരു 3 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ മൂസിന് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവന് റൂമിലുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അവൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ട്രിപ്പ് അടിച്ചപ്പോൾ ഞാൻ ഏതായാലും റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി സൈഡാക്കി. അങ്ങനെ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം അവിടെ പൈപ്പിൻ്റെ റോട്ടിൽ നിന്ന് ഒരു ഹാഫ് ബിരിയാണി കഴിച്ച് വീണ്ടും ഊബർ ഓടാൻ ഇറങ്ങി. ഒരു 2 ട്രിപ്പ് ഓടിയതിനു ശേഷം ഒരു 3:51 സമയപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്ത് റൂമിലേക്ക് പോന്നു കേട്ടോ. CNG അടിച്ചിട്ട് 44 കിലോമീറ്ററും ബിയിൽ 159 കിലോമീറ്റർ ആട്ടോ ഓടിയത്. CNG ഒരു 7 ഘട്ട ബാലൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നാളെ കാണാം.